ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു കുഞ്ഞു പാചക വീഡിയോ ആണ് കേട്ടോ. കണ്ടു നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ബിരിയാണിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ കട്ടിംഗ് ആണ്. ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, സവാള കട്ട് ചെയ്ത് വെച്ച് അരി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഞാനിവിടെ ആദ്യമേ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പായസം, നമ്മളെ പാലട പായസം അതും അവിടെ റെഡിയാക്കി. അതിനുശേഷം താഴെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള സവാള ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ സമയത്ത് പാലടയൊക്കെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെയ്യ് തളിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്ക് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ, നെയ്യിലല്ലേ. അതിനുശേഷം ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് വന്നാൽ പെട്ടെന്ന് നമുക്കൊരു ക്രിസ്മസ് വരും. നമ്മൾ കറിക്കാനാണ് ഉപ്പല്ലേ ചേർക്കുന്നത്, പക്ഷേ ബിരിയാണിക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു വശം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുവാണ്, നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും മുന്തിരിയൊക്കെ എന്നിട്ട് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല മുത്തുമണി പോലെ ഇരിപ്പുണ്ടല്ലേ, മുത്തുമണികൾ. ഓക്കെ, അതിനുശേഷം ഞാൻ ബിരിയാണിക്ക് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്യ് ഒഴിച്ചു അതിനകത്തേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് അരി ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. നല്ലോണം ഒന്ന് അരി ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് വയ്ക്കുന്ന സമയത്ത് അടിയിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 6 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 14 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുചൂട് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ ചെറുചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് നല്ല ചുറ്റിച്ച് കൊടുത്തു. അപ്പോൾ അതൊന്ന് വന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കേട്ടോ. ഒരു മുരിയുടെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല. ഇന്ത്യ ഗേറ്റ് അരിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇന്ത്യ ഗേറ്റ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ അരിയിലെ ചോറ്. പിന്നെ അതുപോലെ തന്നെ ബേ ലീഫ് വേണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു തിള വന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും പിന്നെ തൊണ്ടമുളക് ഉണ്ടല്ലോ, വലിയ മുളക്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അതെല്ലാം കൂടി ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ കറക്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ചേർത്തതിന് ശേഷം പൈനാപ്പിൾ എസൻസ് ആണ് ഏകദേശം 1 സ്പൂണോളം ഞാൻ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ വേറെ ചേർക്കുന്നുണ്ട്. ഈ രമ്പയില കേട്ടോ, നിങ്ങൾ ചേർക്കാറുണ്ട് ബിരിയാണിക്ക്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു രമ്പയില എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ അടച്ച് വെച്ചു. ഒരു സിമ്മിലാണ് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ്. ആ സമയം 10 മിനിറ്റ് ആയില്ല കേട്ടോ. അതിന് മുമ്പായിട്ട് തന്നെ വെള്ളം എല്ലാം വറ്റിച്ച് ചോറായി വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒരു സൈഡിൽ ഞാൻ പപ്പടം പൊരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുട്ട മാത്രം ഞാൻ ബോയിൽ ചെയ്തിട്ടില്ലായിരുന്നു. പിള്ളേർ ചോദിച്ചു, അമ്മ മുട്ടയില്ലേന്ന്. നമ്മൾ ഇത്രയും സാധനങ്ങളില്ലേ, പക്ഷേ മുട്ട ഉണ്ടാക്കിയില്ലെന്ന്. എന്തായാലും പപ്പടം അവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ചോറ് നല്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കറക്റ്റ് പാകത്തിന് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ സാധാരണ ഈ ക്രിസ്മസ് സമയങ്ങളൊക്കെ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ഇട്ടാണ് ചെയ്യുന്നത്. ഈ സമയമാണ് ഞാൻ ഗരം മസാല ചേർക്കുന്നത്. ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് ആണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിച്ച സ്പൈസസ് ആണ് കേട്ടോ. അല്ലാതെ ഞാൻ പുറത്തുനിന്നുള്ള ഗരം മസാല, ചിക്കൻ മസാല ആയാലും പുറത്തുള്ള മസാല ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ മസാല ഈ സമയത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് റൈസൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നു. ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് സമയത്താണ് കേട്ടോ ഞാൻ ഗരം മസാല ചേർക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ചിക്കൻ്റെ മണമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ റൈസിനും ആ സൂപ്പർ മണം കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ല മണവാട്ടി കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ ബിരിയാണി റൈസ്. അപ്പോൾ നമ്മൾ മണവാട്ടി ഒന്ന് അലങ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്യൂട്ടീഷ്യൻ പണി ചെയ്യണം, ബ്രൂട്ടീഷ്യൻ നമ്മൾ ചെയ്യണം. അപ്പോൾ ബ്രൂട്ടീഷ്യനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ പറയുക, സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ പോലെ നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സുന്ദരിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ലാസ്റ്റ് ഈ ബിരിയാണി ചെയ്തിട്ട് ശേഷം ഈ ഒരു പ്രോസസ്സ് കണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കായാലും അത് കാണാൻ ഭയങ്കര രസമാണ്. വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ, അതും വല്ലതും തൊണ്ട കിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ അതിനുശേഷം നമുക്ക് ടച്ചപ്പിന് നമുക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞു. പിന്നെ എന്തുവാ, കോമ്പാക്റ്റ് പൗഡറിന് തുല്യമായിട്ട് നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കി എന്താ ഒരു ഭംഗി, എന്താ ഒരു കളർഫുൾ, നല്ല സുന്ദരിയായിട്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാൻ വീണ്ടും ഒന്ന് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അടുപ്പെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചു. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറക്കും. പിന്നെ ദമ്മാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, സാധാരണ നോർമൽ ബിരിയാണി കേട്ടോ. ഒരു ഫ്രൈഡ് റൈസ് ബിരിയാണി പോലെയല്ലേ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടത്തില്ല, അതുപോലെയാണ് കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ ഭാഗത്തുനിന്ന് പതുക്കെ ആയിട്ട്, അത് ചോറ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വളരെ സാവകാശം മോളെ എന്നൊക്കെ നമ്മൾ ബിരിയാണി വിളിച്ച് നല്ല സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ
ചോറ് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാം കൂടി നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ചോറ് ചുറ്റിച്ച് കൊടുത്തു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല സ്വാദായിരുന്നു. കറക്റ്റിന് പാകത്തിന് വേഗവും അതുപോലെ തന്നെ കറക്റ്റിനുള്ള ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായി സുന്ദരിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയായിട്ട്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നല്ല കിടുക്കൻ കിണ്ണം കാച്ചിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ. ഇത് കാണുന്നതിന് മാത്രമല്ല കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മേശപ്പുറത്ത് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സൂര്യമോൾ കസാരയുടെ മുകളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ക്യാമറമാനോടൊപ്പം ഞാനെന്താ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ലുലു മാളിൽ നിന്ന് മേടിച്ചിരിക്കുന്ന വൈനുണ്ടല്ലോ, അടിപൊളി വൈനായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു വൈൻ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വൈൻ ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് എപ്പോഴല്ല എല്ലാ ഫംഗ്ഷനും ഉള്ളതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ബിരിയാണി കഴിച്ചു. അതിനുശേഷം എന്താ വരുന്നു നമ്മുടെ അടിപൊളി എന്താ പറയുക ബോളി, ട്രിവാൻഡ്രത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്ന ബോളിയിൽ പാലട പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയണ്ട. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പപ്പടം വെച്ചിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടവും പായസങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതെന്നിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7 കേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 7 കെയുടെ കേക്കായിട്ട് നിങ്ങളിത് കരുതിക്കൊള്ളണം. കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കാണാൻ മാത്രം സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കേക്ക് കട്ട് ചെയ്ത സമയത്ത് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ഭയങ്കര മധുരം, മാത്രമല്ല ആ സ്പോഞ്ച് ആണെങ്കിൽ ഭയങ്കര കട്ടി. അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞു നമുക്ക് അങ്ങനെ തന്നെ ബേക്കറിയിൽ തിരിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചായിരുന്നു. ഒരു രൂപയ്ക്കും കൊള്ളാത്തൊരു കേക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ബർത്ത്ഡേ ആയാലും ഞാനാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മടിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, അടിപൊളി കേക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.